അപ്പോൾ നമ്മൾ ഇന്നലെ ഒക്കെ സംസാരിച്ചത് നസീഹത്തിനെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഞാൻ റബ്ബായി ഇഷ്ടപ്പെട്ടു എന്ന ഒരു ദിക്റിൻ്റെ ആരംഭം. റളീനാ ബില്ലാഹി, ഞങ്ങളെല്ലാവരും അള്ളാഹിനെ കൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നാണ്. റബ്ബായിട്ട് പടച്ചോനെ റബ്ബായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മളെ ഓരോ സെക്കൻഡിലും നമ്മളെ സൃഷ്ടിച്ച അല്ലാഹു തആല നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുന്നുണ്ട്. ഓരോ സെക്കൻഡിലും അല്ലാഹു തആലാനെ മറക്കാൻ പറ്റൂല. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു കാര്യം പിന്നെ നമ്മളേക്കൊന്നും ഉണ്ടായിക്കൂടാ. അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു കാര്യം മറന്നുകൊണ്ടൊക്കെ നമ്മളേക്കൊന്നും ഉണ്ടാകുന്നുണ്ട് ഇഷ്ടം പോലെ. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഇത്. മരിച്ചണ നേരത്ത് ഈമാൻ കിട്ടി മരിക്കണമെങ്കിൽ അള്ളാഹിനെ മറക്കാതെ നിൽക്കണം. അള്ളാഹുവിനെ മറന്നു പോയാൽ മരിച്ചണ നേരത്ത് ഈമാൻ കിട്ടി മരിക്കൂല. 5 കാര്യങ്ങൾ ഈമാൻ തെറ്റിപ്പോയി ഈമാൻ ഇല്ലാതെ മരിച്ചു പോകുന്ന 5 കാര്യങ്ങൾ പറയുന്നുണ്ട് ഹദീസിൽ. അതിൽ ഒന്നാണ് ഇത്, അൽ കലാമു ബി കലാമി ദുന്യ ഇന്ദ സമാഇൽ അദാൻ. ബാങ്ക് കൊടുക്കണ നേരത്ത് വർത്താനം പറയാം. ഇന്നലെയും ചെയ്ത തെറ്റാണ് നമ്മൾ. ഇന്നലെയും നമ്മളൊക്കെ ചെയ്ത തെറ്റായിരിക്കാം അത്, ബാങ്ക് കൊടുക്കണ നേരത്ത് സംസാരിക്കുക എന്നുള്ളത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ആ സമയത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ തലജ്ലജ ലിസാനുഹു ഇൻദൽ മൗത്ത്, മരിച്ചണ നേരത്ത് നാവ് ഇങ്ങനെ പെടപെടക്കും. ഇങ്ങനെ ആക്കിയാൽ മതി. ഇങ്ങനെ ആരാ കാട്ടിയതറിയാം? ഒരു വയസ്സാകാത്ത ഒരു കുട്ടി, ചെറിയൊരു കുഞ്ഞി പൈതൽ. അപ്പോൾ ആ കുഞ്ഞി പൈതൽ ഇങ്ങനെ വളർന്നു വന്നപ്പോൾ ആ കുട്ടിൻ്റെ ഉപ്പ അല്ലെങ്കിൽ വല്ലിപ്പ ഇങ്ങനെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആക്കി. ആ കുട്ടിക്ക് ഇപ്പോൾ 1 വയസ്സും 1.25 വയസ്സ് കഴിഞ്ഞു, 2 വയസ്സ്. എനിക്ക് ആ കുട്ടീനെ പരിചയമുണ്ട്. അപ്പോൾ വാങ്ങ് കൊടുക്കണം, പള്ളിക്കൊന്ന് വാങ്ങ് കൊടുക്കണ നേരത്തെ എന്താവും, കൂട്ടത്തിൽ എല്ലാവരും വർത്താനം പറയണ്ടാവും. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഒരു ആംഗ്യം കാണിക്കല, ചുണ്ടുമ്മ വിരലിങ്ങനെ വെക്കും. അപ്പോൾ ആ കുട്ടിക്ക് എൽമ പകർന്നു കൊടുത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ വർത്താനം പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തത് ആ കുട്ടിൻ്റെ ഉപ്പ വല്ലിപ്പ അവരെന്നെ മറന്നുകാണ്ട് സംസാരിക്കണം. ഈ പറഞ്ഞു കൊടുക്കുന്ന ആള് മറന്നുകാണ്ട് സംസാരിക്കണം. ആ സംസാരിക്കുന്ന നേരത്ത് ഈ കുട്ടിൻ്റെ വിരലിങ്ങനെ ചുണ്ടും വെച്ച് പോകുന്നു. ബഹുമാനപ്പെട്ട ഹാറൂൺ റഷീദ് രാജാവായിരുന്നു. രാജാവായ ഹാറൂൺ റഷീദിന്റെ പെണ്ണുങ്ങൾ മരിച്ചു. മരണപ്പെട്ടതിൻ്റെ ശേഷം ഭാര്യയെ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ട നേരത്ത് ഭാര്യ നല്ല പച്ച വിരിച്ച പട്ടിലിങ്ങനെ ഇരുന്ന് സുഖിക്കുന്ന രംഗാ കണ്ടത്. സ്വർഗത്തിലാണ്, നല്ല ഉഷാറുള്ള ഇരുത്ത. സ്വപ്നത്തിൽ കണ്ടതിന്റെ ശേഷം ചരിത്രം രേഖപ്പെടുത്തിയതാണ്. എന്താ ഇവള് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സഹോദരിയെ ഇത്രമാത്രം പരിഗണിക്കാനുള്ള നന്മ എന്താ ചെയ്തത്? ചോദ്യം വന്നപ്പോൾ ആ പെണ്ണ് മറുപടി പറഞ്ഞു, ഒരു ദിവസം എൻ്റെ വീടിൻ്റെ പടിക്കലേക്ക് കുറച്ച് പാട്ടുകാർ വന്നു. ദഫും കൊട്ടി പാട്ട് പാടാൻ ആളുകൾ വന്നപ്പോൾ ആ സമയത്ത് പാട്ട് ആരംഭിച്ചേക്കിന് പള്ളിയിൽ നിന്ന് വാങ്ങ് കൊടുക്കുന്നുണ്ട്. വാങ്ങ് കൊടുക്കുന്ന നേരത്ത് ഈ പെണ്ണ് പറഞ്ഞു അത്രേ, ഹാറൂൺ റഷീദ് ചരിത്രത്തിലുള്ളതാ, ഹാറൂൺ റഷീദ് പറഞ്ഞു അത്രേ, അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു വാങ്ങ് കൊടുക്കുന്നുണ്ട്, ഇപ്പൊ പാട്ട് നിർത്തണം എന്ന് പറഞ്ഞു. ഇതൊരു ദീനിന്റെ മുഖ്യമായ ഘടകമാണ്. അദ്ദീനു അന്നസുഹ എന്നുള്ള തലക്കെട്ടിൽ അപ്പം നമ്മൾ സംസാരം. ദീൻ എന്ന് പറഞ്ഞാൽ ഗുണം കൊണ്ട് ഉപദേശിക്കാന്നാണ്. അത് നാവ് കൊണ്ട് പറയുന്നെ വേണം. അപ്പൊ നാവ് കൊണ്ട് ഈ പെണ്ണ് പറഞ്ഞു ഇപ്പൊ ബാങ്ക് കൊടുക്കുന്ന ഇപ്പൊ നിർത്തി കളിയാണ്. ആ ചരിത്രം വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഏതാറിയോ, പണ്ടൊക്കെ നമ്മളെ മുമ്പ് കൂടെ ബാൻഡുട്ടാർ വരുന്ന സമയത്ത് പള്ളിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഓരെന്ത് ചെയ്യും, ബാൻഡുട്ടൊന്ന് നിർത്താറുണ്ടായിരുന്നു. ബാൻഡുട്ടൊന്ന് നിർത്തും. അതെന്തേ? പള്ളിയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, വമൻ യുഅളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. കൽബിന്റെ ഉള്ളിൽ ഇച്ചിരി ഈമാൻ ഉണ്ടെങ്കിൽ, അള്ളാഹുവിനെ ഭയം ഉണ്ടെങ്കിൽ ഓനെ ആദരിക്കും. പള്ളിയിലും കൂടെ പോകുമ്പോൾ മടക്കുത്തി ഇറക്കൂല.
പള്ളിന്റെ മുമ്പ് കൂടെ പോകുമ്പോൾ മടക്കുത്തി ഇറക്കൂല. മടക്കുത്ത് പള്ളിന്റെ അടുത്തെത്തുമ്പോൾ അഴിച്ചിടും. ഇപ്പൊ പള്ളിന്റെ ഉള്ളിൽ നിന്ന് മടക്കുത്തിട്ട് ഇറക്കണത്. എവിടെ പോയി ആദരവും ബഹുമാനം എവിടെ പോയി? അപ്പൊ ബാങ്ക് കൊടുക്കണ നേരത്ത് ബാൻഡിട്ടാല് നിർത്തിയിരുന്നു. വലിയ അനൗൺസാര് വള്ളിന്റെ അടുത്തേക്ക് എത്തുമ്പോ എന്തായിരുന്നു? നിർത്തിയിരുന്നു. ഇപ്പൊ അതൊക്കെ പോയി 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 പോയി. ഹാറൂൺ റഷീദിന്റെ ഭാര്യക്ക് സ്വർഗലോകത്ത് ഇത്രയധികം പരിഗണന ലഭിക്കാനുള്ള ഒരേ ഒരു കാരണം വാങ്ങൊടുത്തപ്പോ സംസാരിക്കരുത്, പാട്ട് നിർത്തണം എന്ന് പറഞ്ഞതാണെങ്കിൽ ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ ആ ഒരു അറിവ് കൊണ്ട് നമുക്ക് ഇൻഷാ അള്ളാ ഇന്നത്തെ വാങ്ങിഞ്ഞ് 4 ഉണ്ട്. ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശ. തമാശയിൽ പോലും ഒരു സംസാരം, ഒരു മൊബൈൽ ഫോൺ എടുക്കൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ഇന്ന് തന്നെ നിർത്താൻ പറ്റും. വാങ്ങ് കൊടുക്കുന്നുണ്ട്, സംസാരിക്കല്ല. വരിയിലാണെങ്കിൽ അടുക്കളയിലുള്ള പെണ്ണുങ്ങളോട് പറയാം, മറ്റുള്ളവരോട് പറയാം, വാങ്ങ് കൊടുക്കുന്നുണ്ട്, സംസാരിക്കല്ല. എന്തേ കാരണം? നാവ് മരിക്കുന്ന നേരത്ത് തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയാതെ പോകുമെന്ന് തത്വജ്ഞാനികളായ ചില ആളുകൾ പറഞ്ഞ വാക്ക് എഴുതി വെച്ചിട്ടുണ്ട് 10 കിതാബിന്റെ ലാസ്റ്റ്. സൂഉൽ ഖാത്തിമയെ ഭയപ്പെടണം, ചീത്ത മരണത്തെ ഭയപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതുപോലെ മനസ്സിലാക്കാനും പറയാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ഒരു അറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ നിമിഷ നേരം കൊണ്ട് അത് മറപ്പിക്കുകയാണ് പടച്ചോൻ. അങ്ങനെ മറന്നു പോവാതെ ആ ഒരു അമല് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കണമേ എന്ന് ഞാൻ എൻ്റെ സ്വന്തം നഫ്സിനോടും പിന്നെ വോയിസ് കേൾക്കുന്നവരോടും പറയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽ മർഉ യമൂതു അലാ മാ ആശ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയാണോ അങ്ങനെ അവന്റെ മരണം ഉണ്ടാവാന്ന്. ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയാണോ ആ നല്ലൽക്കാണെങ്കിൽ നല്ലൽക്ക് മരിക്കും, മോശപ്പെട്ട നിലക്കാണോ ജീവിക്കണമെങ്കിൽ മോശപ്പെട്ടും മരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. ജീവിത സുഖം അള്ളാഹു എല്ലാവർക്കും നൽകട്ടെ. മുറാദുകളൊക്കെ അള്ളാഹു വീട്ടിൽ തരട്ടെ. അസുഖങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. കടങ്ങൾ അള്ളാഹു വീട്ടിൽ തരട്ടെ. ജോലിയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരോഗ്യത്തിലും സമയത്തിലും മനസ്സിനും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മരിച്ചു കിടക്കുന്ന മുഴുവൻ മയ്യത്തുകൾക്കും പടച്ചോനെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ വീടുകൾ റാഹത്തിന്റെ വീടാക്കി തരണേ അല്ലാഹ്. ബറക്കത്ത് വരുന്ന വീടാക്കി തരണേ അല്ലാഹ്. പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് സഹായിച്ചവരെ എല്ലാരും നീ സഹായിക്കണേ അല്ലാഹ്. ഇന്നലെ കക്കാടൻ ആമിന ഉമ്മ എന്ന് പറയുന്ന ഒരു സഹോദരി ഒരു AC വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ആ സഹോദരിക്ക് അതിന്റെ അർഹിക്കുന്ന പ്രതിഫലം നീ നൽകണേ റഹ്മാൻ. ഉലൂഹിയ കർമ്മത്തിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചവർക്ക് നാളെ പരലോകത്തേക്ക് എത്തുമ്പോൾ എത്ര ഉലൂഹിയ ജീവിതകാലത്ത് ചെയ്തോ അതൊക്കെ വലിയ ഒരു വാഹനമാക്കി നീ മഹ്ശറയിൽ വരെ കൊണ്ടെത്തിക്കണേ റഹ്മാന്. അസുഖങ്ങളായി കിടക്കുന്ന, രോഗികളായി കിടക്കുന്ന മുഴുവൻ സഹോദര സഹോദരിമാർക്കും ആജിലായ താമായ ശിഫാ നൽകണേ റഹ്മാന്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. കല്യാണം ശരിയാവാനിട്ട് ഒരുപാട് മക്കളെ കാര്യത്തിൽ വാപ്പയും ഉമ്മയും ദുഃഖിക്കുന്നുണ്ട്. നമ്മളെ മഹലിലും ഇഷ്ടം പോലെയുണ്ട്. ഖൈറായ ഇണകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ. ബിഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين. الحمد لله رب العالمين. تقبل الله. السلام